ശ്രീ അബിൻ വർക്കി, സഭയിലുണ്ടായ കാര്യങ്ങൾ സഭയിൽ പ്രതിപക്ഷം ഈ സ്വർണ്ണക്കൊള്ള ഉന്നയിക്കുമ്പോൾ തിരിച്ച് പ്രതിപക്ഷത്തിനെതിരെയും ആയുധമാക്കുന്നുണ്ട് ഭരണപക്ഷം. ഇന്ന് സഭയ്ക്കകത്തും പുറത്തും ആ പ്രതിഷേധത്തിന് പ്രതിരോധവും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ അങ്ങനെയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. പ്രതിപക്ഷത്തെ അടിക്കാനുള്ള വടിയും തങ്ങളുടെ പക്കലുണ്ടെന്ന് ആത്മവിശ്വാസത്തോടുകൂടി ഭരണപക്ഷം പറയുന്നുണ്ടല്ലോ. അതായത് ഇപ്പോൾ ഈ ഭരണപക്ഷം എന്ന് പറയുമ്പോൾ സർക്കാർ എത്രമാത്രം ദുർബലമായ വാദങ്ങളാണ് ഉന്നയിക്കുന്നത്, അത് തന്നെയാണല്ലോ CPM ഉന്നയിക്കുന്നത്. അപ്പോൾ അവർ 100% SIT അന്വേഷണം ശരിയാണ് എന്നും 100% SIT അന്വേഷണം ശരിയായ ദിശയിൽ യഥാർത്ഥ പ്രതികളെ കണ്ടുപിടിക്കുന്നുവെന്നും പറഞ്ഞിട്ട് യഥാർത്ഥ പ്രതികളായ പത്മകുമാറും വാസുവും അടക്കമുള്ളവർ ജയിലറയ്ക്കുള്ളിലായി ഇന്ന് 3 മാസത്തോളമായിട്ടും അവരെ ഇപ്പോഴും പാർട്ടിയിൽ നിന്ന് ഒന്ന് പേരിന് നാട്ടുകാരെ ബോധിപ്പിക്കാനെങ്കിലും ഒന്ന് പുറത്താക്കാൻ സാധിക്കാത്ത CPM ആണ് ഇവിടെ നിന്ന് ചാരിത്ര പ്രസംഗം നടത്തുന്നത്. ഇപ്പോൾ SIT അന്വേഷണം ശരിയാണെങ്കിൽ പോറ്റി പ്രതിയാണെങ്കിൽ പത്മകുമാറും പ്രതിയാണ്, പോറ്റി പ്രതിയാണെങ്കിൽ വാസുവും പ്രതിയാണ്. പോറ്റി കുറ്റക്കാരനായിട്ട് പോറ്റിയെ നമുക്ക് കുറ്റക്കാരനായിട്ട് മാറ്റണമെങ്കിൽ വാസുവിനെയും പത്മകുമാറിനും കുറ്റക്കാരാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ അവർ രണ്ടുപേരും CPM ന്ന് ഒന്ന് പുറത്താക്കിയിട്ടെങ്കിലും വേണ്ടേ ഇങ്ങനെ വന്ന് ഈ ന്യായീകരണവാദം ഉന്നയിക്കാൻ? അപ്പം സ്വയം ഇളിഭ്യരായി കേരള സമൂഹത്തിന് മുമ്പിലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്ന ആദ്യത്തെ ബോധ്യം നിങ്ങൾക്ക് തന്നെ ഉണ്ടാകണം. എന്നിട്ട് വേണം ബാക്കിയുള്ളവരുടെ അടുത്തിലേക്ക് വിമർശനങ്ങളുമായിട്ട് വരാൻ. ഇനി 2, അദ്ദേഹം ഹൈക്കോടതിയിലെ സിംഗിൾ ബെഞ്ച് നിരീക്ഷണങ്ങളെ സംബന്ധിച്ചാണ് പറഞ്ഞത്. ഞാൻ ഇന്റർനാഷണൽ ഗോൾഡ് സ്മഗ്ലിങ്ങിനെ കുറിച്ച് എങ്ങു നിന്നോ ഉണ്ടാക്കിയെടുത്ത് പറഞ്ഞു എന്ന് അദ്ദേഹം പറഞ്ഞു. ഒന്ന്, ക്യാപ്സ്യൂൾ തരുന്ന മുതലാളിമാരോട് ഹൈക്കോടതി വിധിയെ പറ്റി അതിൻ്റെ മുകളിൽ ഡിവിഷൻ ബെഞ്ചാണോ സിംഗിൾ ബെഞ്ചാണോ അത് എഴുതി വെച്ചത് എന്നതിനെ പറ്റി കൃത്യമായിട്ട് ഒന്ന് നോക്കിയിട്ട് വേണം ഈ ക്യാപ്സ്യൂൾ തരാനെന്ന് ശ്രീ PK ഗോപൻ പറയണം. കാരണം ഇത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവിലെ വരികളായിരുന്നു. സുഭാഷ് കപൂറിൻ്റെ പ്രവൃത്തിയുമായിട്ട് ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് സമാനതകളുണ്ട് എന്ന് പറഞ്ഞത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് രാജാ വിജയരാഘവന്റെ നേതൃത്വത്തിലുള്ള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ്. ഈ സുഭാഷ് കപൂർ ചെയ്തതുപോലെ തന്നെ ആദ്യം അത് റിപ്പയറിങ്ങിന് വേണ്ടി എടുക്കുക, പിന്നീട് അതിൻ്റെ ഒരു റെപ്ലിക്ക ഉണ്ടാക്കുക, അതിന്മേൽ ഒരു വലിയ കൊള്ള നടത്തുക, ഇത് ഇന്റർനാഷണൽ മാർക്കറ്റിൽ വിറ്റഴിക്കപ്പെടുക. ഇതേ പാറ്റേൺ ആണ് ശബരിമലയിലും ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചാണ്. ഡിവിഷൻ ബെഞ്ച് ദേവസ്വം ബെഞ്ചാണ് പറഞ്ഞത്, രാജാ വിജയരാഘവൻ നേതൃത്വത്തിലുള്ള ബെഞ്ചാണ്. അത് ഈ ക്യാപ്സ്യൂൾ തരുന്നവരോട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ പറയണം. 2, ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് മറ്റു പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരു ബോർഡ് എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത് എന്ന് നിങ്ങൾ ഇപ്പോഴും ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്ന പത്മകുമാറിനെതിരെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പത്മകുമാറിനെതിരെ പറഞ്ഞത് എന്താണ് എന്നുള്ളതാണ് ശ്രീ ഗോപൻ ഇവിടെ അറിയേണ്ടത്. കാരണം പത്മകുമാറിനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താമോ എന്നാണ് ഗോപനും CPM സർക്കാരും ശ്രമിക്കുന്നത്. വാസുവിനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താമോ എന്നാണ് നിങ്ങൾ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി പത്മകുമാറിനെ വാസുവിനെ രക്ഷപ്പെടുത്തണമെങ്കിൽ പോറ്റിയെ കൂടി രക്ഷപ്പെടുത്തിയാലേ നടക്കുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ഈ മെല്ലപ്പോക്ക് ഉണ്ടാകുന്നത്. അതാണ് ഇതിന്റെ കാര്യം. പത്മകുമാർ എങ്ങനെയാണ് ഇതിൽ കുറ്റക്കാരനായത്? ഇതിൽ സ്വർണം കൊടുത്തു വിടുന്നതിന് മുമ്പ് തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ ആദ്യത്തെ ഗൂഢാലോചന നടത്തിയത് പത്മകുമാറും വാസുവാണ്. ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ. ഞാൻ ഒരു ദിവസം ഈ വാസുവായിട്ട് ഒരു ചർച്ചയ്ക്കിരുന്നു. ഇപ്പൊ ഈ വാസു പല പ്രാവശ്യം പറഞ്ഞു ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, ആകെ ഞാനൊരു കത്ത് എഴുതുക മാത്രമാണ് ചെയ്തതെന്നാണ് വാസു പറഞ്ഞത്. അപ്പം ഞാനും ആദ്യഘട്ടത്തിൽ വിചാരിച്ചു ഈ വാസു ഒരു കത്ത് എഴുതിയത് കൊണ്ട് വാസു എങ്ങനെ പ്രതിയാവുന്നു. ഞാൻ ഈ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ വിധി വായിച്ചു നോക്കിയപ്പോഴാണ് ഈ കത്ത് എന്താണെന്ന് മനസ്സിലായത്. ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ വാസുവിന് ഒരു കത്തെഴുതി, ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണ്ണപ്പാളികൾ മെയിൻ്റനൻസ് നടത്തണമെന്നൊരു കത്തെഴുതി. വാസു ഈ കത്ത് വായിച്ചു നോക്കിയിട്ട് എന്താ എഴുതിയത്? ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണ്ണപ്പാളികൾ എന്നതിന് വരെ ചെമ്പ് തകിട എന്ന് എഴുതി വെച്ചു. അതാണ് ഈ വാസുവിന്റെ കത്ത്. നമ്മളൊരു സിനിമയില് രേവതി പറയുന്നത് പോലെ ഞാൻ ഇത്രയൊക്കെ ചെയ്തോളൂ എന്നിട്ട് അവരെന്നെ ഭ്രാന്തി എന്നാ വിളിക്കുന്നതെന്ന് പറഞ്ഞ പോലെ വാസു പറയുന്നത് ഞാൻ ഈ ഒരു കത്ത് എഴുതിയുള്ളൂ എന്നിട്ടും അവരെന്നെ കള്ള എന്ന് വിളിക്കുന്നത് പോലെയാണെന്നാണ് പറയുന്നത്. ഈ കത്താണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ ആദ്യത്തെ ഗൂഢാലോചന. ഈ കത്ത് പത്മകുമാറിന്റെ അടുക്കൽ ചെന്നു. പത്മകുമാറും സ്വർണ്ണപ്പാളികൾ എന്നതിന് പകരം ചെമ്പ് തകിട എന്ന് എഴുതി വെച്ചു. എന്നിട്ടാണ് പോറ്റിക്ക് സ്വർണം കൊടുക്കുന്നത്. ഇതിൽ നിന്നാണ് ശബരിമല സ്വർണ്ണക്കൊള്ള ആരംഭിക്കുന്നത്. ഇത് വായിച്ചിട്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് പറഞ്ഞത് ഇങ്ങനെ ഒരു ബോർഡ് എന്തിനാ ഇരിക്കുന്നത് എന്ന് ചോദിക്കുന്നത്. ദേവസ്വം ബെഞ്ച് എന്താ പറയുന്നത് നിങ്ങൾക്കറിയോ? അത് ജനുവരിയിലാണ് പറഞ്ഞത്. ഇനി അതും മാത്രമല്ല, ഈ പത്മകുമാർ മറ്റൊരു ഡിഫൻസ് എടുക്കാൻ ശ്രമിച്ചു. എന്താണ്? ഇത് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി, എല്ലാവർക്കും കൂടെ കൂട്ടുത്തരവാദിത്തമുള്ളതാണെന്ന് പറഞ്ഞു. ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് അതും തള്ളിക്കളഞ്ഞിട്ട് പറഞ്ഞത് താങ്കളായിരുന്നു ഇതിന്റെ അതോറിറ്റി, താങ്കൾക്കാണ് ഇതിന്റെ ഉത്തരവാദിത്തം, താങ്കൾ അറിഞ്ഞുകൊണ്ടാണ് ഇതിങ്ങനെ ചെയ്തത് എന്നതുകൂടി പറഞ്ഞു. ഇത്രയും മനസ്സിലായിട്ടും ഈ CPM പ്രതിനിധിയും സർക്കാരും പറയുന്നത് പത്മകുമാർ എന്ത് കുറ്റാ ചെയ്തേ, വാസു എന്ത് കുറ്റാ ചെയ്തേ,
ഞങ്ങൾ പുറത്താക്കാൻ പാകത്തിന് എന്തെങ്കിലും ചെയ്തോ അവരെന്താ ചോദിക്കുന്നത്? ഇതൊക്കെ കേരളത്തിൽ മനസ്സിലായിട്ടുണ്ട് ശ്രീ ഗോപൻ. ഇനിയും ഈ പത്മകുമാറിനെ വെളുപ്പിക്കാനാണ്, ആ സ്വർണ്ണ അമ്പലക്കൊള്ളയക്കാരനെ വെളുപ്പിക്കാൻ ശ്രമിക്കുന്ന നിങ്ങളും കുറ്റക്കാരാണ് എന്നുള്ളത് മനസ്സിലാക്കണം. പിന്നെ രണ്ട്, ഇവിടുത്തെ VHPയുടെ പ്രതിനിധി ഏതാണ്ടൊക്കെ അങ്ങ് തള്ളിമറിക്കും. ഒറ്റ കാര്യം ഇതും കൂടെ ഒന്ന് പൂർത്തീകരിക്കാം. ഈ VHPയുടെ പ്രതിനിധി ഏതാണ്ടൊക്കെ പറഞ്ഞു കേട്ടു. പിന്നെ ഇപ്പൊ അങ്ങ് CBI വിട്ടതിന്റെ മുഴുവൻ ഇപ്പൊ അങ്ങ് റിസൾട്ടായി വന്നിട്ടുണ്ടല്ലോ. സ്വർണ്ണക്കൊള്ളയും മകൾക്കെതിരായിട്ടുള്ള അഴിമതി ആരോപണമൊക്കെ എവിടം വരെ എത്തി എന്നുള്ളത് VHPയുടെ പ്രതിനിധി ആലോചിക്കണം. പിന്നെ VHPയുടെ പാർട്ടി ഉണ്ടല്ലോ ഒക്കെ കേരളത്തിലെ കേന്ദ്ര ഏജൻസി വരണം എന്ന് പറഞ്ഞത് ആദ്യം. അല്ല, കേന്ദ്ര ഏജൻസി അന്വേഷിക്കാൻ പോയതിന്റെ അവസ്ഥയാണ് ഞാൻ ഈ പറയുന്നത്. കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം. കാരണം എന്താ? ഇന്റർ സ്റ്റേറ്റ് ആയിട്ടുള്ള ഇന്റർ കൺട്രി ആയിട്ടുള്ള ഞാൻ പറഞ്ഞോട്ടെ സാറേ, ഞാനൊന്ന് പറയട്ടെ സാറേ. ഞാൻ സാറ് പറഞ്ഞപ്പോ മിണ്ടിയില്ലല്ലോ. സാറ് പറഞ്ഞപ്പോ ഞാൻ മിണ്ടിയില്ല. ഞാൻ പൂർത്തീകരിക്കട്ടെ സാറേ. ഞാൻ താങ്കൾ പറഞ്ഞപ്പോ മിണ്ടിയില്ലോ. ഞാൻ പൂർത്തീകരിക്കട്ടെ. നിങ്ങൾ ഈ CBI, നിങ്ങൾ ഈ കേന്ദ്ര അന്വേഷണ ഏജൻസി അന്വേഷിക്കുന്ന മകളുടെ കേസ് എന്തായി സാറേ? നിങ്ങളുടെ പാർട്ടി ഉണ്ടല്ലോ, BJ പാർട്ടി. ആ BJ പാർട്ടിയുടെ പ്രതിനിധികളോടൊന്നും പറ, ആ കേസ് എന്തായെന്ന് പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വില കേന്ദ്ര നേതൃത്വം കൊടുക്കുന്നുണ്ടോ? ഇവിടെ പിണറായി വിജയനുമായിട്ട് കൂട്ടുകച്ചവടം നടത്തി മകളെ രക്ഷപ്പെടുത്തി ആ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ വന്ന മുഴുവൻ ആരോപണങ്ങളും കേന്ദ്ര അന്വേഷണ ഏജൻസി അന്വേഷിക്കുന്നില്ലേ? എന്നിട്ട് അവരായിട്ട് അഡ്ജസ്റ്റ്മെന്റ് നടത്തിയിട്ട് വീണ്ടും CBI ആയിട്ട് അങ്ങ് വരണമെന്ന് പറഞ്ഞാൽ ഇത് ആര് വിശ്വസിക്കാനാ? ആ BJ പാർട്ടിയുടെ നേതാക്കന്മാരോട് പറ ഇനിയെങ്കിലും. കാരണം എന്താ? കേരളത്തിൽ BJ പാർട്ടി ചെയ്യുന്നതിനേക്കാൾ നല്ല വർഗീയതയാണ് കേരളത്തിൽ CPM ചെയ്യുന്നത്. കേരളത്തിൽ BJ പാർട്ടി ചെയ്യുന്നതിനേക്കാൾ നല്ല SITയിൽ വിശ്വാസമില്ല എന്ന് SITയുടെ മേൽ സർക്കാർ സമ്മർദ്ദം ചെലുത്തുന്നു എന്ന് പ്രതിപക്ഷം ആവർത്തിക്കുമ്പോൾ കേന്ദ്ര ഏജൻസി വരണമെന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവും പറഞ്ഞിട്ടുള്ളത്. തുടക്കം മുതൽ അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. രമേശ് ചെന്നിത്തല അടക്കം പറഞ്ഞ കാര്യം നമുക്ക് ഓർമ്മയുണ്ടല്ലോ. ഇത് ഈ സ്വർണം പുറത്തേക്ക് കൊണ്ടുപോയെങ്കിൽ ഈ സംവിധാനത്തിന് പരിമിതിയുണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ നിങ്ങൾ അതിനെ സംശയിക്കുകയാണെങ്കിൽ പിന്നെ ആരന്വേഷിക്കും? അതായത് അല്ല, ഞാൻ പറയുന്നത് മൊത്തം പൂർത്തീകരിക്കും. അതായത് ഇവിടെ ഇപ്പൊ ഇന്റർനാഷണൽ ഗ്യാങ്ങിനെ പറ്റി പറഞ്ഞത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചാണ്. ഇപ്പൊ സുഭാഷ് കപൂർ ഇത് ഇന്റർനാഷണൽ മാർക്കറ്റിൽ കൊണ്ട് വിറ്റു എന്നുള്ളതാണ് ഹൈക്കോടതി താരതമ്യപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞത്. ഇന്റർനാഷണൽ മാർക്കറ്റിൽ വിറ്റ ഒരു സാധനത്തെ പറ്റി കേരളത്തിലെ SITക്ക് അന്വേഷിക്കാൻ പറ്റൂ? അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഇത് കേന്ദ്ര അന്വേഷണ ഏജൻസിയും അന്വേഷിക്കേണ്ട വിഷയമാണ്. കാരണം കേരളത്തിലെ അന്വേഷണ ഏജൻസിക്ക് അന്വേഷിക്കാൻ നിയമസാധുത ഇല്ലാത്തൊരു വിഷയത്തിൽ പിന്നെ അവരെങ്ങനെ അന്വേഷിക്കുന്നത്? അപ്പൊ കേന്ദ്ര അന്വേഷണ ഏജൻസി അല്ലാതെ പിന്നെ ഞങ്ങൾ സ്വിറ്റ്സർലൻഡിൽ നിന്നോ മറ്റല്ല സ്കോട്ട്ലൻഡ് യാർഡും അന്വേഷിക്കാൻ വരണമെന്ന് ഞങ്ങൾ പറയാൻ പറ്റൂ? ഈ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള നിയമത്തിലുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസി അന്വേഷിക്കണം എന്നല്ലാതെ ഞങ്ങൾ പിന്നെ എന്ത് പറയണം? ഇത് അന്വേഷിക്കാൻ പോയ ഘട്ടത്തിലെ റിസൾട്ടാണ് ഞാൻ പറഞ്ഞത്. എന്തായി മകൾക്കെതിരെയുള്ള ആരോപണം? VHPയുടെ പ്രതിനിധി ഇതുവരെ ഒന്നും മിണ്ടിയില്ലല്ലോ. വർഷം കുറെ ആയല്ലോ. കൂട്ടുകച്ചവടമല്ലേ നരേന്ദ്രമോദിയും പിണറായി വിജയനും നടത്തുന്നത്? എന്തിയെ BJ പാർട്ടിക്കാരനൊന്നും പറയാൻ പറ്റിയില്ലല്ലോ. ഇനി ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്നെ ഈ VHPക്കാരനൊക്കെ എവിടെയായിരുന്നു? സാർ, ഞങ്ങളുടെ ആളുകളാണ് ഈ സ്വർണ്ണക്കൊള്ളക്കെതിരെ സമരം ചെയ്ത് ഞങ്ങളുടെ ആളുകളാണ് ജയിലിൽ പോയത്. ഞങ്ങളാണ് നിരന്തരമായി സമരം ചെയ്തത്. ഈ BJPക്കാരനൊക്കെ എവിടെ പോയി കിടക്കുന്നു? നിങ്ങൾക്ക് ഈ വിശ്വാസത്തെ വിട്ടു നിന്നവരല്ലാതെ ഇതിനെതിരെ ഒരു വാക്കുകൊണ്ട് പറഞ്ഞിട്ടുണ്ടോ? പോയി പണി നോക്ക് സാറേ, പോയി പണി നോക്കി. പൊറാട്ട് നാടകം, പിണറായി വിജയൻ പൊറാട്ട് നാടകം, അതൊക്കെ കേരളത്തിലെ ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട്. പിണറായി വിജയൻ മാവാട്ടി കൊടുത്ത് BJPക്കാരുടെ പണിയാണല്ലോ. പിണറായി വിജയൻ മാവാട്ടി കൊടുത്ത് അതാ ഇപ്പൊ ചെയ്യുന്നത്. അതാണ് മാവാട്ടി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.